എല്ലാവർക്കും നമസ്കാരം. പലതരത്തിലുള്ള പരസഹായങ്ങൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ വളരെയധികം പരസഹായങ്ങൾ ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനൊരു കേസ് പറയാം. നമ്മുടെ ഈ ഡ്രൈ ഡേകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളുണ്ട്. ഡ്രൈ ഡേ ചില പ്രത്യേക ദിവസങ്ങളിൽ മദ്യം നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. ബീവറേജ് ഷോപ്പുകളും മറ്റു ഇതുകളൊക്കെ മുടക്കമായിരിക്കും. അപ്പോൾ അന്ന് മദ്യത്തിന് ആവശ്യമുള്ള ആളുകൾക്ക് വീട്ടിൽ നിന്നും ആവശ്യാനുസരണം പകർത്തി കൊടുത്ത് എല്ലാം കൃത്യമായിട്ട് തന്നെ വിപണനം നടത്തി അതിലൂടെ വരുമാനമാർഗ്ഗം കണ്ടെത്തി ജീവിക്കുന്ന പരോപകാരികൾ. അങ്ങനെ പരോപകാരി എന്നല്ല പറയേണ്ടത്. നാട്ടിൽ അങ്ങനെ ചില പരോപകാരികളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ഇവരെ പിടികൂടാനായിട്ട് സാധിക്കാത്ത രീതിയിൽ ഇവർ അതിവിദഗ്ധമായിട്ടാണ് ഈ പരിപാടികൾ ചെയ്യുന്നത്. എത്ര കുടുംബങ്ങൾ നശിച്ചു കാണുമെന്നറിയോ? അതായത് ബീവറേജിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ മദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ ഇവരുടെ വക വേറെ കയറ്റും, വേറെ എന്തെങ്കിലുമൊക്കെ കലർത്തിയിട്ടാണ് കൊടുക്കുക. ചിലർ അല്ലാണ്ടും കൊടുക്കും. ചിലരെന്ത് ചെയ്യുന്നറിയോ? വേറെ എന്തെങ്കിലും അരിഷ്ടങ്ങളോ വേറെ വല്ല സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി ഈ പാവപ്പെട്ട തൊഴിലാളികൾക്കും അവരുടെ ആരോഗ്യം കളയാൻ വേണ്ടിയിട്ട് ഈ പാറമടയിലും അതുപോലെ തന്നെ ഒരുപാട് വളരെ ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ശാരീരിക ക്ഷമത കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത്. ഇവർക്കൊക്കെ ഈ സാധനം വൈകുന്നേരം കൊടുത്ത് അവരെ നിന്ന് കാശ് പിടിച്ച് മാറ്റി അതിൽ നിന്നും ജീവനോപാധി കണ്ടെത്തി ജീവിക്കുന്ന ചില, അങ്ങനെ തന്നെയാണ് അവർ പറയേണ്ടത്. ഇവർ ഏറ്റവും വലിയ പരോപകാരി ദുഷ്പ്രവൃത്തി ചെയ്ത് കൊല്ലുന്നത് സമൂഹത്തെയാണ്. മദ്യം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പലപ്പോഴും കയറ്റി കലർത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതല്ലാണ്ട് മദ്യം വാങ്ങിച്ചിട്ട് അതിൽ ഒരു 100 രൂപ 200 ഒക്കെ കൂട്ടിയിട്ട് കൊടുക്കും ആൾക്കാർക്ക്. അങ്ങനെ ഒരു വിരുദ്ധനെ എക്സൈസ് സംഘം ഓപ്പറേഷൻ തണ്ടറിൻ്റെ ഭാഗമായിട്ട് പിടികൂടിയിരിക്കുകയാണ്. ആ വിരുദ്ധൻ കാതിക്കുടം ഭാഗത്ത് കോനനാട്ട് വീട്ടിൽ ദേവസിക്കുട്ടി മകൻ റിൻസ് 40 വയസ്സ് എന്ന വിരുദ്ധനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സുനേഷ് കുമാർ വണ്ടിച്ചാലിലും സംഘവും ചേർന്ന് അതിവിദഗ്ധമായിട്ട് പിടികൂടിയത്. 11.300 ലിറ്റർ ആണ് അദ്ദേഹം ഈ വിപണനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനിടയിൽ കണ്ടെത്തി പിടിച്ചത്. ഇതിൻ്റെ പൈസയും കണ്ടെടുത്തിട്ടുണ്ട്, ഈ വിപണനം നടത്താൻ ഉദ്ദേശിച്ച പണവും കണ്ടെടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രവർത്തനമാണ് എക്സൈസ് സംഘം ചെയ്തത്. ഇതുപോലെ പല പഞ്ചായത്തുകളിലും പല സ്ഥലങ്ങളിലും പാടത്തും വീട്ടിലും അവിടെയൊക്കെ ആയിട്ട് ഈ മദ്യപരിപാടി നടത്തി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ എക്സൈസ് സംഘം പിടികൂടണം. എന്തായാലും കാതിക്കുടത്തെ ഈ റിൻസ് എന്ന് പറയുന്ന വിരുദ്ധനെ, റിൻസ് ഇത് തുടങ്ങിയിട്ട് കുറേ നാളായി, ഈ വക പരിപാടികൾ തുടങ്ങിയിട്ട് റിൻസ് കുറേ നാളായി. അപ്പോൾ ഈ റിൻസ് എന്ന് പറയുന്ന പരോപകാര പ്രവൃത്തി ചെയ്യുന്ന ഈ വിരുദ്ധനെ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി ജയിലിൽ ശാന്തമായിട്ട് കുറച്ച് നാൾ ജീവിക്കാനായിട്ടുള്ള സൗകര്യങ്ങളും കൂടി ഒരുക്കിയിട്ടുണ്ട്. ആൾ റിമാൻഡിലാണ്.